ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്, അതങ്ങ് ഡിലീറ്റ് ചെയ്ത് പുതിയതായിട്ട് എടുത്തതാണ്. അതിനകത്ത് 2 തെറ്റ് വന്നു. അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 3 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ GK ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് നല്ല ക്വസ്റ്റ്യൻസൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇട്ടത്. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ്? ആൻസർ ഓപ്ഷൻ സി, താന്തിയോ തോപ്പി. 2. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിൻ്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം? ആൻസർ ഓപ്ഷൻ ഡി, പട്ടണം. 3. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ എ, ആന്ധ്രാപ്രദേശ്. 4. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ, ജനീവ. 5. ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം, ഖേദ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ, 3, 2, 1, 4. ചമ്പാരൻ സത്യാഗ്രഹമാണ് ആദ്യം നടന്നത്. 2ാമത് ഖേദ സത്യാഗ്രഹം. 3 നിസ്സഹകരണ പ്രസ്ഥാനം. 4ാമത് നടന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 6. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ? ആൻസർ ഓപ്ഷൻ ബി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. 7. ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി, 1, 2 മാത്രം. ഏതൊക്കെയാണ്? ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. 8. തിരമാലകൾ എന്നാൽ? ആൻസർ ഓപ്ഷൻ സി, ജലത്തിൻ്റെ ചലനം. 9. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ, 1. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 11 നോക്കാം. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രമാണ്? ആൻസർ ഓപ്ഷൻ ബി, 1, 2. പുക താഴ്വര, മണികരൺ. 12. 2023 ഡിസംബറിൽ ചൈനയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ്? ആൻസർ ഓപ്ഷൻ സി, മിഷോങ്. 13. ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ്? ആൻസർ ഓപ്ഷൻ എ, പുറംപണി കരാർ. 14. GST നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ സി, ജൂലൈ 2017. 15. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. 16. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ന്യൂ എക്കണോമിക് പോളിസി 1991 യോജിക്കാത്ത പ്രസ്താവന ഏത്? യോജിക്കാത്തതാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ, ഹ്രസ്വകാല നടപടികളാണ്. 17. നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ഇവയെല്ലാം. ഏതൊക്കെയാണ്? നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ, സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും. 18. പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ എ, 28 ഓഗസ്റ്റ് 2014. 19. താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 1, 2.
ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. കോടതിയെ സമീപിക്കാവുന്നതാണ്. 20 സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെൻറ്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം. ആൻസർ ഓപ്ഷൻ ഡി, അനുച്ഛേദം 248. 21 താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, 1, 2 ശരി. ഏതൊക്കെയാണ്? സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കും. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആകുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 22 ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? ആൻസർ ഓപ്ഷൻ സി, കൺകറന്റ് ലിസ്റ്റ്. 23 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി, 3, 4. ഏതൊക്കെയാണ്? 73ാമത് ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി. 74ാമത് ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി. 24 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ, ബി ശരി. ഏതൊക്കെയാണ് ശരി? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. 25 താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി, 2, 3. ഏതൊക്കെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത, കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി. 26 അടിയന്തരാവസ്ഥാക്കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ. ആൻസർ ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 358. 27 നിലവിലെ UPSC ചെയർമാൻ ആരാകുന്നു? അപ്പോൾ നിലവിലെ UPSC ചെയർമാൻ അജയ്കുമാറാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ UPSC ചെയർമാൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത്. 28 താഴെ പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ്. 29 കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, ഫെബ്രുവരി 19. 30 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ, 2008 28ാം നമ്പർ ആക്ട്. 31 കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, ഹൈക്കോടതി. 32 താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗമുണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഡോപ്പമിൻ. 33 വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? ആൻസർ ഓപ്ഷൻ സി, സീറോഫ്താൽമിയ. 34 താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 3, 4. 3, 4 ആണ് തെറ്റായിട്ട് യോജിപ്പിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? വാസോപ്രസിൻ പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു. ഗൊണാഡോട്രോഫിക് ഹോർമോൺ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു. 35 RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. ആൻസർ ഓപ്ഷൻ ബി, തൈമിൻ. 36 ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം? ആൻസർ ഓപ്ഷൻ എ,
ചെറുതന, ആലപ്പുഴ. 37 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ. ആൻസർ ഓപ്ഷൻ ഡി, ഡ്രൂ വെയ്സ്മാൻ. 38 ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, റേഡിയോ തരംഗം. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത് നോക്കാം. 40 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൻ്റെ ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം 11.2 km/s ആണ് എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിൻ്റെ പാലായന പ്രവേഗം എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ സി, 11.2 km/s. 41 ഒരു തടാക പ്രതലത്തിൽ നിന്നും 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? G = 10 m/s². അന്തരീക്ഷ മർദ്ദം 1 atm. സാന്ദ്രത 10⁻³ kg/m³. ആൻസർ ഓപ്ഷൻ ബി, 2 atm. 42 മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 7.4. 43 സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം. ആൻസർ ഓപ്ഷൻ എ, നിക്കൽ. 44 വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിൻ്റെ ഒരു ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ ബി, ബോയിൽ നിയമം. 45 ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തിയുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, ഹീലിയം. 46 അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ആൻസർ ഓപ്ഷൻ സി, കൂടിയാട്ടം. 47 ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം? ആൻസർ ഓപ്ഷൻ ബി, ഫുട്ബോൾ. 48 ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി? ആൻസർ ഓപ്ഷൻ ഡി, കുമാരനാശാൻ. 49 മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മതൻ ഭാഷതാൻ ആരുടെ വാക്കുകൾ? ആൻസർ ഓപ്ഷൻ എ, വള്ളത്തോൾ. 50 അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ? H9N2. ആൻസർ ഓപ്ഷൻ ബി. 81 താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ സി, ഉത്തർപ്രദേശ്. 82 തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, ബോഡി ലോൺ. 83 വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. 84 താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ, ആഞ്ഞിലി. 85 ഭീമൻ പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏത്? ആൻസർ ഓപ്ഷൻ എ, WWF. 86 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ സി, ഭോപ്പാൽ. 87 മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? ആൻസർ ഓപ്ഷൻ ബി, തിമിംഗല സ്രാവ്. 88 താഴെ പറയുന്നവയിൽ കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലമേത്? ആൻസർ ഓപ്ഷൻ ബി, വയനാട്. 89 താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ചെങ്കുറിഞ്ഞി. 90 കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ ബി, 1986. 91 കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ചൂലന്നൂർ. 92 കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരു ജില്ല ഏതാണ്?
ആൻസർ ഓപ്ഷൻ എ കാസർഗോഡ്. 93 ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ആൻസർ ഓപ്ഷൻ ഡി ചെന്നൈ. 94 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. 95 സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ മുഖ്യമന്ത്രി. 96 കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ കേരള ഫോറസ്റ്റ് ആക്ട് 1961. 97 എന്താണ് NDFP? ആൻസർ ഓപ്ഷൻ ബി തടി ഇതര വനോൽപ്പന്നങ്ങൾ. 98 പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം ഏത്? ആൻസർ ഓപ്ഷൻ എ 1992. 99 IT നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ അഥവാ കോഡുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. ആൻസർ ഓപ്ഷൻ ബി സെക്ഷൻ 65. 100 ജോയിന്റ് അക്കാഡമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏത് വകുപ്പിന് കീഴിലാണ്? ആൻസർ ഓപ്ഷൻ സി സെക്ഷൻ 66. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 52/2024. 1 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ സി 1, 2, 4 എന്നിവ മാത്രം ശരിയാണ്. ഏതൊക്കെയാണ്? ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം. 2 ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി കാൺപൂർ നാനാ സാഹിബ്, ബീഹാർ കൻവർ സിംഗ്, ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിഭായ്. 3 താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി ലാഹോർ സമ്മേളനം. ഏതൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. 4 ചൈനയെ ആധുനീകരിക്കാൻ സന്യാറ്റ്സൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഏതൊക്കെയാ? മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. 5 താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ സി 2, 4, 1, 3. ആദ്യം നടന്നത് ബോസ്റ്റൺ ടീ പാർട്ടി, പിന്നീട് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പാരീസ് ഉടമ്പടി. 6 ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്. 7 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമേത്? ആൻസർ ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്. 8 ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം? ആൻസർ ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥത. 9 ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. 10 കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി
ദേശീയ ജലപാത 3. 11. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത്? ആൻസർ ഓപ്ഷൻ എ, പാലക്കാട്, ഇടുക്കി. 12. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം? ആൻസർ ഓപ്ഷൻ സി, ഫിൻലാൻഡ്. 13. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയും ആയി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു? ആൻസർ ഓപ്ഷൻ ബി, 2 മാത്രം. ഏതാണ്? ആഗോളവൽക്കരണം. 14. രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? ആൻസർ ഓപ്ഷൻ ബി, PC മഹലനോബിസ്. 15. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ന്യൂഡൽഹി. 16. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, പെട്രോളിയം. 17. സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത്? ആൻസർ ഓപ്ഷൻ എ, സെബി. 18. ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി, സ്കൂൾ വിദ്യാഭ്യാസം. 19. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിന്റെ ലക്ഷ്യം? ആൻസർ ഓപ്ഷൻ ബി, ലൈഫ് മിഷൻ പദ്ധതി. 20. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ആൻസർ ഓപ്ഷൻ സി, കേശവാനന്ദ ഭാരതി കേസ്. 21. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി? ആൻസർ ഓപ്ഷൻ ബി, PK തുങ്കൻ കമ്മിറ്റി. 22. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? ആൻസർ ഓപ്ഷൻ സി, അതിർത്തി നിർണയ കമ്മീഷൻ. 23. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? ആൻസർ ഓപ്ഷൻ ഡി, ഗവർണർ. 24. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര, കർണാടകം, ബീഹാർ. 23. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അഥവാ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്? ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ ബി, മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ. 26. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്? ആൻസർ ഓപ്ഷൻ ഡി, 2023 സെപ്റ്റംബർ 28. 27. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ആൻസർ ഓപ്ഷൻ ബി, CISF. 28. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി? ആൻസർ ഓപ്ഷൻ സി, നവജീവൻ. 29. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ എ, 22 രൂപ. 30. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. 31. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ആൻസർ ഓപ്ഷൻ ബി, ചേറ്റൂർ ശങ്കരൻ നായർ. 32. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക? ആൻസർ ഓപ്ഷൻ സി, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. 33. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ,
അനുച്ഛേദം 243H. 34. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ ബി, ആരോഗ്യ കിരണം. 35. പെരിയാർ കടുവാ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? ആൻസർ ഓപ്ഷൻ സി, ഇടുക്കി, പത്തനംതിട്ട. 36. രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ സി, ഒന്ന് മാത്രം ശരിയാണ്. ഏതാണ്? നിശാന്തത. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു. 37. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇരുമ്പ്. 38. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മ ജീവി ഏത്? ആൻസർ ഓപ്ഷൻ എ, ലെപ്റ്റോസ്പൈറ. 39. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 40. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ എ, 1, 2. ഏതൊക്കെയാണ്? എംഫിസിമ, ഫാറ്റി ലിവർ. 41. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, BS6. 42. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി? ആൻസർ ഓപ്ഷൻ ബി, കുറയുന്നു. 43. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ സി, W = P/T. 44. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ആൻസർ ഓപ്ഷൻ എ, അമേരിക്ക. 45. 50 കിലോ മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്ക് ഇടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? ആൻസർ ഓപ്ഷൻ സി, രണ്ടും ഒരുമിച്ച്. 46. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ഋതു കരിതാൾ. 47. ആനോഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, അലൂമിനിയം. 48. താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത്? ആൻസർ ഓപ്ഷൻ എ, pH <5.5. 49. ആവർത്തന പട്ടികയിൽ ഇടതു നിന്നും വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു. 50. ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ ഡി, O2, O3, O4. 51. താഴെ പറയുന്നവയിൽ ദ്രാവക അവസ്ഥയിലുള്ള അലോഹം ഏത്? ആൻസർ ഓപ്ഷൻ സി, ബ്രോമിൻ. 52. ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത്? ആൻസർ ഓപ്ഷൻ എ, കൊടിയേറ്റം. 53. ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? ആൻസർ ഓപ്ഷൻ ഡി, സാഹിത്യ വിമർശനം. 54. പ്രസിദ്ധമായ മരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? ആൻസർ ഓപ്ഷൻ എ, പമ്പ. 55. ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി, ടെന്നീസ്.
56 2023 സരസ്വതി സമ്മാൻ ലഭിച്ചതാർക്ക്? ആൻസർ ഓപ്ഷൻ ബി പ്രഭാവർമ്മ. 57 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏത്? ആൻസർ ഓപ്ഷൻ ബി ഹിമപ്പുലി. 58 സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ആരുടെ വാക്കുകൾ? ആൻസർ ഓപ്ഷൻ സി കുമാരനാശാൻ. 59 ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര്? ആൻസർ ഓപ്ഷൻ സി മാക് OS X. 60 താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി സഫാരി. 61 PROMന്റെ പൂർണ്ണ രൂപം ഏത്? ആൻസർ ഓപ്ഷൻ സി പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. 62 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഏത്? ആൻസർ ഓപ്ഷൻ ഡി 2008. 63 താഴെ പറയുന്നതിൽ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫെറൻസ്. 64 താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം. 65 പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ ബി 46. 66 ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തി. 67 SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ ഡി 1989. 68 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശം അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം. 69 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ? അപ്പോൾ ആരാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. 70 കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ? ആൻസർ ഓപ്ഷൻ സി ശ്രീ BS മാവോജി. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 41/24. 1 പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 3. ഏതാണ്? അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു. 2 തിരുവിതാംകൂറിലെ റാണി സേതു ലക്ഷ്മിഭായിയുടെ ചില ഭരണപരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ ഡി 1, 4, 3, 2. ഏതൊക്കെയാണ്? ആദ്യം വരുന്ന ഏതാ? ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി, പൃഥുതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു, മൃഗബലി നിരോധിച്ചു, തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമായി. ഇതാണ് ഓർഡർ വരുന്നത്. 3 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡൻഷിപ്പിന്റെ വർഷങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ എ ഹക്കീം അജ്മൽ ഖാൻ 1924, അബ്ദുൽ കലാം ആസാദ് 1931, മഹാത്മാഗാന്ധി 1921, വല്ലഭായ് പട്ടേൽ 1923. 4 ഇന്ത്യൻ പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരും താഴെ കൊടുക്കുന്നു. അവരിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ. 1
ഏതാണ്? ബംഗാൾ ഗസറ്റ്, ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. അതാണ് തെറ്റായിട്ടുള്ളത്. 5. അവകാശവാദം എ. പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി ചൈന USA-യും യൂറോപ്പുമായും പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. കാരണം ആർ. USA-യുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. എ, ആർ എന്നിവ ശരിയാണ്. എന്നാൽ എയുടെ ശരിയായ വിശദീകരണം ആർ അല്ല. 6ാമത്തെ ക്വസ്റ്റ്യൻ. 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി എ കളക്റ്റീവ് പവർ. ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകളാണ് തെറ്റ്? അപ്പം അതിനകത്ത് തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ 1ഉം 4ഉമാണ്. ഏതൊക്കെയാണ്? പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മാൻ കി ബാത്തിന്റെ 150-ാം എപ്പിസോഡായിരുന്നു ഇത്. 20 ടീമുകളുടെ കലാപരമായ പ്രതിനിധാനം അവിടെ പ്രദർശിപ്പിച്ചു. 7. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി ഉത്കൽ സമതലം. 8. വെസ്റ്റേർലിസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി. വടക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസ് ആയി വീശുന്നു. 9. വായുവിന്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡാഷിൽ രേഖപ്പെടുത്തുന്നു. ആൻസർ ഓപ്ഷൻ എ ഡോപ്സൺ യൂണിറ്റ്. 10. ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രസ്താവനകൾ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ എ 1, 3. ഏതൊക്കെയാണ്? ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ്. മൊഹോറോവിക് വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്നും വേർതിരിക്കുന്നു. 11. താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി കോതയാർ. 12. ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്യമനത്തിന്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ബി XPOSAT. 13. സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുകളുമായി വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനകൾ ആണ് ശരി? ആൻസർ ഓപ്ഷൻ സി ഉള്ളി 1, 2 and 4. ഏതൊക്കെയാണ്? വ്യാവസായിക വികസനത്തിന്റെ ഉത്തേജകങ്ങൾ, മൂലധനം, എന്റർപ്രൈസ് മാനേജ്മെന്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക, സാമ്പത്തികവും സാമ്പത്തികേതരവുമായ സഹായത്തിന്റെ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുക. 14. WTO ടെർമിനോളജി കാർഷിക സബ്സിഡികൾ പെട്ടികളായി തിരിച്ചറിയപ്പെടുന്നു. അതിനാൽ വികസ്വര രാജ്യങ്ങളുടെ മാനവ വികസന പ്രശ്നങ്ങൾ ഡാഷാണ്. ആൻസർ ഓപ്ഷൻ ഡി എസ് ആൻഡ് ഡി പെട്ടി. 15. GSTക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ ഉള്ളി 1 and 3. ഏതൊക്കെയാണ്? കാർഡുകളിലേക്കും UPIയിലേക്കും പണം അടയ്ക്കാം. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകൾ ഉള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ നേടാം. 16. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി ഉള്ളി 1. ഏതാണ്? ഏകദേശം 20%. 17.
ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ആൻസർ ഓപ്ഷൻ എ, ചെല്ലയ്യ കമ്മിറ്റി. 18. ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം? ആൻസർ ഓപ്ഷൻ സി, സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം. 19. മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 20. ചേരുംപടി ചേർക്കുക. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം. ആർട്ടിക്കിൾ 325 സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി. ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി നടപടിക്രമം. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാം ശരിയായിട്ടുള്ള ജോഡികൾ തന്നെയാണ്. 21. താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായി യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി, only 1, 2 and 3. ഏതൊക്കെയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശം. 86-ാം ഭരണഘടനാ ഭേദഗതി നിയമം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 42-ാം ഭരണഘടനാ ഭേദഗതി നിയമം മിനി ഭരണഘടന. 22. ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി നീക്കിവച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഭരണഘടന 106-ാം ഭേദഗതി നിയമം 2023. 23. ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. ഏതൊക്കെയാണ്? 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമങ്ങളിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. അടുത്തത് 24. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി, ഭരണഘടനയുടെ 15-ലെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു. 25. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും അതായത് KASുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും ഇവയിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുകയും ചെയ്യുക. ആൻസർ ഓപ്ഷൻ സി, ഇവയെല്ലാം ശരിയാണ്. ഏതൊക്കെയാണ്? ഗവൺമെൻറ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി ഗവൺമെൻറ്റിൻ്റെ മാനേജർ കഴിവുകളുടെ 2ാം നിരയായി പൊതുസേവകരുടെ ഒരു കേഡർ ഉണ്ടാക്കുക എന്നതാണ് KASന്റെ ലക്ഷ്യം. KASൽ KS ഓഫീസർ, ജൂനിയർ ടൈം സ്കെയിൽ, KS ഓഫീസർ സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ, KS ഓഫീസർ സൂപ്പർ ടൈം സ്കെയിൽ എന്നീ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. KASൽ ചേരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന സർവീസിൽ ജൂനിയർ ടൈം സ്കെയിലിൽ ട്രെയിനിയായി കരിയർ ആരംഭിക്കും. 26. 1957-ലെ കേരള സ്റ്റേറ്റ് ഓഫ് ഏവിയേഷൻ പ്രൊസീഡിങ്സ് ആക്ടിന്റെ പ്രാഥമിക ലക്ഷ്യം ഡാഷ് ആയിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, കുടിയാന്മാർ, കുടികിടപ്പുകാർ, ഭൂമി കൃഷി ചെയ്യുന്ന മറ്റ് ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാൻ. 27. കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ എ, മുകളിലുള്ളവയല്ല. ഏതൊക്കെയാണ്? 1997-ലാണ് കുടുംബശ്രീ സ്ഥാപിതമായത്. സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല NHGS, ADS ആൻഡ് CDS സജ്ജീകരണമുണ്ട്. കേരള സർക്കാരിൻ്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. 28.
കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഡാഷിന്റെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. ആൻസർ ഓപ്ഷൻ ബി. കേരളത്തിന്റെ മുഖ്യമന്ത്രി. 29. അക്ഷയയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി ഇത് പ്രവർത്തിക്കുന്നു. അത് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. 30. ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ആൻസർ ഓപ്ഷൻ എ 2005. 31. ചേരുംപടി ചേർക്കുക. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ PRIകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. ഭരണഘടനയുടെ 12ാം ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. ആർട്ടിക്കിൾ 343A ഗ്രാമസഭ. ആർട്ടിക്കിൾ 343K സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത 32. 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നും അനുമതി ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി. കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022. 33. ഡാഷ് റിറ്റ് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. ആൻസർ ഓപ്ഷൻ എ. മാൻഡമസ്. 34. PMKSYയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ്? ആൻസർ ഓപ്ഷൻ ബി. ജലസംരക്ഷണ മാനേജ്മെന്റ്. 35. ഈ പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ സി. മുകളിലുള്ളവയെല്ലാം. അപ്പോൾ ഈ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഏതൊക്കെയാണ്? MGNREGA 2005 ആരംഭിച്ചു. MGNREGA പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ്. MGNREGAയുടെ വേതനം 1948 മിനിമം വേതന നിയമം അനുസരിച്ച് സംസ്ഥാനത്തെ കർഷക തൊഴിലാളികൾക്ക് വ്യക്തമാക്കിയിട്ടുള്ള നിയമപരമായ മിനിമം വേതനം അനുസരിച്ച് നൽകണം. 36. വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി. അഭ്യർത്ഥനാ സമയം മുതൽ 48 മണിക്കൂർ. 37. പ്ലേഗിന്റെ കാര്യത്തിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി. only 1, 3 and 4. ഏതൊക്കെയാ? എർസിനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ വാഹകർ ചെള്ളുകളാണ്. രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ബാധിക്കുന്നു. 38. കേരളത്തിലെ ആർദ്രം മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളിൽ ഏതാണ് ശരി? അപ്പോൾ ഏതാണ് ശരിയാണ് ചോദിച്ചേക്കുന്നത്? ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. only 1, 3 and 4. ഏതൊക്കെയാ? നിലവിലുള്ള PHCകളെ FHCകളാക്കി ഉയർത്താനാണ് ഇത് ലക്ഷ്യമിടുന്നത്. NCD-CD ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മാനേജ്മെന്റിനെക്കുറിച്ചും ഫീൽഡ് സ്റ്റാഫിന് പരിശീലനം നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഫിറ്റ്നസിനും യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. 39. ആൻജിയോജെനിസിസിന് ഉള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി. പുതിയ രക്തക്കുഴലുകളുടെ വികസനം. 40. താഴെ പറയുന്നവയിൽ ഏതാണ് വിറ്റാമിൻ എയുടെ കാര്യത്തിൽ ശരി? ആൻസർ ഓപ്ഷൻ സി. വിറ്റാമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും സീറോഫ്താൽമിയയ്ക്കും കാരണമാകുന്നു. 41. പാൻക്രിയാസുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി. only 4. ഏതാണ്? മുകളിലുള്ളവയെല്ലാം. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. ഏതൊക്കെയാണ്? പാൻക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്രന്ഥിയും എൻഡോക്രൈൻ ഗ്രന്ഥിയുമാണ്. പാൻക്രിയാസ് ഇൻസുലിനും
ഗ്ലൂക്കഗോണും സൃഷ്ടിക്കുന്നു. ഇത് ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. 42. മനുഷ്യരിലെ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി, മുകളിലുള്ളവയെല്ലാം. ഏതൊക്കെയാ? മോശം ഭക്ഷണശീലങ്ങൾ, ശാരീരിക നിഷ്ക്രിയത്വം, അസ്വസ്ഥമായ ജൈവ ഘടികാരം, തെറ്റായ ശരീരഭാവം. 43. പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ഡാഷ് മൂലമാണ് ഉണ്ടാകുന്നത്. ആൻസർ ഓപ്ഷൻ എ, നെഗ്ലേരിയ ഫൗലേരി. 44. COVID-19 കാലത്ത് ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ സി, ബോത്ത് 1 ആൻഡ് 2. ഏതൊക്കെയാണ്? COVID-19 രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കോ വൈറസിന് പോസിറ്റീവ് ആയവരോ ഇത് ഉപയോഗിക്കുന്നു. ഒറ്റപ്പെടൽ എന്നാൽ മറ്റ് ആളുകളിൽ നിന്നും വേർപെടുത്തുക. പ്രധാനമായും ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ പരിചരണം ലഭിക്കും. 45. ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയിലുള്ള പ്രകാശത്തിന് വിധേയമാക്കുമ്പോൾ മെറ്റീരിയലിൽ നിന്നും ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്ന പ്രതിഭാസത്തിന് പേര് നൽകുക. ആൻസർ ഓപ്ഷൻ എ, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. 46. ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിൻ്റെ ഘടക നിറങ്ങളിലേക്ക് വേർതിരിക്കുന്നത് വിശദീകരിക്കുന്ന പ്രതിഭാസം ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ സി, വിസരണം. 47. താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ തരംഗ ദൈർഘ്യമുള്ള വൈദ്യുതകാന്തിക വികിരണങ്ങൾ? ആൻസർ ഓപ്ഷൻ എ, ഇൻഫ്രാറെഡ്. 48. ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, PSLV C-57. 49. കെമിക്കൽ ബോണ്ടിംഗ് സംബന്ധിച്ച് ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരി? ആൻസർ ഓപ്ഷൻ സി, 1, 2, 4. ഏതൊക്കെയാണ്? ഇലക്ട്രോ പോസിറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ അയോണിക് ബോണ്ട് രൂപപ്പെടുന്നു. ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ കോവാലന്റ് ബോണ്ടിംഗ് രൂപപ്പെടുന്നു. ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ ലോഹ ബോണ്ടിംഗ് രൂപപ്പെടുന്നു. 50. ഹീലിയത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി, ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമായി മാറുന്നു. അതാണ് ശരിയല്ലാത്ത പ്രസ്താവന. 51. ലായകത സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി, 1, 2, 3. ഏതൊക്കെയാണ്? ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമായ രാസ സ്വഭാവങ്ങളുണ്ടെങ്കിൽ ലായകത ഉയർന്നതാണ്. ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയ ലായകങ്ങളിൽ വളരെ ലയിക്കുന്നവയാണ്. ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമല്ലാത്ത രാസഗുണങ്ങളുണ്ടെങ്കിൽ ലായകത കുറവാണ്. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. 52. താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ്? ആൻസർ ഓപ്ഷൻ ഡി, ഡാനിഷ് സിദ്ദിഖി. താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, 1, 3. ഏതൊക്കെയാണ്? കൂടിയാട്ടം മണിമാധവ ചാക്യാർ, കേരള നടനം ഗുരു ഗോപിനാഥ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ജോഡികൾ. 54. താഴെ പറയുന്നവയിൽ നിന്നും ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡി നോവലുകളും അനുബന്ധ പ്രധാന കഥാപാത്രങ്ങളും കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, 1, 3. ഏതൊക്കെയാണ്? ഭീമൻ രണ്ടാമൂഴം, ചേതന ആരാച്ചാർ. 55. എഴുത്തുകാരൻ്റെ യഥാർത്ഥ പേര് അവരുടെ തൂലികാ നാമവുമായി ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡികൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, 3, 4. ടി ഉബൈദ് അബ്ദുൾ റഹ്മാൻ, വിലാസിനി MK മേനോൻ. 56. വിവിധ കായിക ഇനങ്ങളുടെ പേരും കളിക്കാരുടെ എണ്ണവും നൽകിയിരിക്കുന്നു. താഴെ പറയുന്നവയുമായി പൊരുത്തപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ എ, പോളോ 4, റഗ്ബി 15, വോളിബോൾ
6, ബേസ്ബോൾ 9. 57. താഴെ പറയുന്നവയിൽ നിന്നും ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി. 1, 4. ഏതൊക്കെയാണ്? മോക്ഷപ്രദീപവും ബ്രഹ്മസങ്കീർത്തനവും. 58ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത് നോക്കാം. 59. 2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, 4 മാത്രം. ഏതാണ്? ഉമാശങ്കർ പാണ്ഡെ. 60. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹനിക്കുന്നതിൻ്റെ പേരിൽ കർശനമായി വെട്ടിക്കുറച്ചതുമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഹർജിയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി, ശ്രേയ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയും. 61. താഴെ പറയുന്ന പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവന ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ എ, only 1 and 2. ഏതൊക്കെയാ? ഹബ് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്ററാണ്. റൂട്ടറുകൾ ബ്രിഡ്ജുകളേക്കാൾ ചെലവേറിയതാണ്. 62. CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഡാഷ് എന്നറിയപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ ബി, ഡിലിമീറ്റർ. 63. സൈബർ സുരക്ഷയെയും ഓൺലൈൻ സുരക്ഷയെയും കുറിച്ച് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ISRA, അതായത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിസർച്ച് അസോസിയേഷൻ യുമായി ചേർന്ന് കേരള പോലീസിൻ്റെ സംരംഭം ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ സി, കിഡ് ഗ്ലൗ. 64. 5G നെറ്റ്വർക്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി, only 2 and 3. ഏതൊക്കെയാണ്? സെക്കൻഡിൽ 20 GB വരെ നെറ്റ്വർക്ക് ഡേറ്റ വേഗത. ഇത് മില്ലിമീറ്റർ തരംഗ സ്പെക്ട്രത്തിലാണ് അളക്കുന്നത്. 65. വിവരാവകാശ നിയമം 2005 അനുസരിച്ച് മൂന്നാം കക്ഷി എന്ന പദത്തിന് നൽകിയിരിക്കുന്ന നിർവചനം. ആൻസർ ഓപ്ഷൻ ബി, വിവരത്തിനായി അഭ്യർത്ഥന നടത്തുന്ന പൗരൻ ഒഴികെയുള്ള ഒരു വ്യക്തി, കൂടാതെ ഒരു പൊതു അധികാരവും ഉൾപ്പെടുന്നു. 66. 2015 ജുവനൈൽ ജസ്റ്റിസ് കുട്ടികളുടെ കരുതലും സംരക്ഷണവും നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ജുവനൈൽ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, 18 വയസ്സിന് താഴെയുള്ള കുട്ടി. 67. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും എന്ന നിയമം സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ എ, only 2 and 3. ഏതൊക്കെയാ? ഏതെങ്കിലും മുതിർന്ന പൗരനോ രക്ഷിതാവിനോ ട്രിബ്യൂണലിൻ്റെ ഒരു ഉത്തരവിനാൽ വിഷമമുണ്ടായേക്കാം. ഉത്തരവിൻ്റെ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ ട്രിബ്യൂണലിൽ അപ്പീൽ നൽകാം. നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു ട്രിബ്യൂണലിനു മുമ്പാകെയുള്ള ഒരു നടപടിയിലെ ഒരു കക്ഷിയെയും നിയമ പ്രാക്ടീഷണർമാർ പ്രതിനിധീകരിക്കുന്നതല്ല. 68. 1999 കേരള ലോകായുക്ത നിയമത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ സി, only 1. ഏതാണ്? കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 പ്രകാരം അന്വേഷണത്തിന് റെഫർ ചെയ്ത വിഷയത്തിൽ ഏതെങ്കിലും നടപടിയെടുക്കാൻ നിയമപ്രകാരം ലോകായുക്തയ്ക്ക് അധികാരമില്ല. 69. ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം തടയൽ, നിരോധനം, പരിഹാരം നിയമം 2013 സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ, only 1. ഏതാണ്? പ്രിസൈഡിംഗ് ഓഫീസറും ഇന്റേണൽ പരാതി കമ്മിറ്റിയിലെ അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്ത തീയതി മുതൽ 3 വർഷത്തിൽ കൂടാത്ത പദവി വഹിക്കും. 70. ഭരണഘടന 105 ഭേദഗതി നിയമം 2021 സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി, സാമൂഹികമായും
വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ ഭേദഗതി അധികാരം നൽകുന്നു. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി വരുന്ന എക്സാമുകൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.